നമസ്കാരം. പ്രതിമാസം മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങളൊക്കെ തികച്ചും ജനശ്രദ്ധ നേടുന്നതായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. വനിതാ ദിനമായ മാർച്ച് 8-ന് വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ച വനിതകൾക്ക് തന്റെ വിവിധ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈമാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്നു. വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ച വനിതകൾ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അവരുടെ പ്രവർത്തനത്തെയും അനുഭവത്തെയും കുറിച്ച് സംസാരിക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. വിവിധ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തത്തെ പ്രധാനമന്ത്രി പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം എക്സ്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകളിലെല്ലാം ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ആളാണ് മോദി. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആഗോള നേതാക്കളിൽ ഒരാൾ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോഴത്തെ അമിതവണ്ണത്തിനും അമിതമായ ഭക്ഷ്യ എണ്ണ ഉപഭോഗത്തിനുമെതിരായ പ്രചാരണത്തിന് നേതൃത്വം നൽകാൻ നടൻ മോഹൻലാലിനെ അംബാസിഡറാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വാർത്തകളും ചർച്ചകളും ഒക്കെ ചൂടുപിടിക്കുന്നത്. മോഹൻലാലിനെ അംബാസിഡറാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ മേഖലകളിലെ 10 പേരെയും പ്രധാനമന്ത്രി ഇതിനായി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന പൊണ്ണത്തടിയെക്കുറിച്ചുള്ള ആശങ്കയും ദൈനംദിന ഭക്ഷണക്രമത്തിൽ എണ്ണ ഉപയോഗം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറഞ്ഞു. മൻ കി ബാത്തിലൂടെയാണ് അദ്ദേഹം ചലഞ്ച് നടത്തിയത്. എണ്ണ ഉപഭോഗം 10% കുറയ്ക്കുന്നതിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാനും മറ്റുള്ളവരെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കാനും അദ്ദേഹം ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. പൊണ്ണത്തടിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിനും ഭക്ഷണത്തിലെ ഭക്ഷ്യ എണ്ണ ഉപയോഗം കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിനും താഴെ പറയുന്ന ആളുകളെ നാമനിർദ്ദേശം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രസ്ഥാനം വലുതാക്കുന്നതിന് 10 പേരെ വീതം നാമനിർദ്ദേശം ചെയ്യണമെന്നും ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് മോദി എക്സിൽ കുറിച്ചു. രാഷ്ട്രീയ നേതാക്കൾ, ബിസിനസ് വ്യക്തികൾ, കായിക താരങ്ങൾ, വിനോദ വ്യവസായ താരങ്ങൾ എന്നിവർ നോമിനേഷനിൽ ഉൾപ്പെടുന്നു. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര, നടൻ മോഹൻലാൽ, ഭാരോദ്വഹന താരം മീരാഭായ് ചാനു എന്നിവരും അവരിൽ ഉൾപ്പെടുന്നു. ഗായിക ശ്രേയ ഘോഷൽ, നടൻ ആർ മാധവൻ, മനുഷ്യസ്നേഹിയും എംപിയുമായ സുധാ മൂർത്തി, ഭോജ്പുരി ഗായിക, നടൻ നിരാഹുവ, ഷൂട്ടർ മനു ഫാക്കർ, ഇൻഫോസിസ് സഹസ്ഥാപകൻ നന്ദൻ നിലേകനി എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദൗത്യത്തെ പിന്തുണച്ച ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള പ്രശസ്ത വ്യക്തികളുടെ സന്ദേശങ്ങളും പ്രധാനമന്ത്രി മോദി തന്റെ റേഡിയോ പരിപാടിയിൽ അവതരിപ്പിച്ചു. മൻ കി ബാത്തിൽ അമിതവണ്ണത്തിനെതിരെ പോരാടാനും ആളുകളോട് ഭക്ഷണത്തിൽ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാനും മോദി അഭ്യർത്ഥിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.